2 ദിവസമായി വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന JR എന്ന കോർപ്പറേറ്റ് കമ്പനിയെക്കുറിച്ച് ആക്ഷേപ പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും അധികാരികൾക്കും മുന്നിൽ ബാധിക്കപ്പെട്ടവർ ക്യൂ നിൽക്കുകയാണ്. കേവലം 6 മാസം കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരാൾ JR എന്ന സ്ഥാപനത്തിന്റെ അധിപനായതിനു പിന്നിൽ അലാവുദ്ദീന്റെ അത്ഭുതവിളക്കാണോ അതോ വേറെ എന്തെങ്കിലും സിദ്ധിയാണോ എന്ന് ജനം സംശയിക്കുന്നു. കർഷകരുടെ നടുവൊടിച്ച് അവരുടെ കിടപ്പാടം പോലും ഇല്ലാതാക്കാൻ വന്ന JR എന്ന കോർപ്പറേറ്റ് സ്ഥാപന MDക്കെതിരെ രൂക്ഷവും അതിശക്തമായ നടപടികൾക്ക് തന്നെയാവും ഗവൺമെന്റിന്റെ നിർദ്ദേശം. അതുമായി ബന്ധപ്പെട്ട് JRന്റെ ആസ്തി, JRന്റെ ബിസിനസ് ശൃംഖലകളുടെ വലിപ്പം, JRന്റെ അധികാരത്തിന്റെ പങ്കുപറ്റിയത് എന്നിങ്ങനെയുള്ള വിവിധ ചോദ്യങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. JRന്റെ കമ്പനിയുടെ നിക്ഷേപകർ ആര്, നിക്ഷേപത്തിന്റെ സ്വഭാവം എന്ത് തുടങ്ങിയ 100 ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വരികയാണ്. മുമ്പിലുള്ളവരുടെയൊക്കെ കണ്ണുമൂടി കെട്ടുമ്പോൾ ചിലരുടെയൊക്കെ ധാരണ ദൈവവും കണ്ണടച്ചിരിക്കുകയാണെന്ന്. പക്ഷെ ദൈവത്തിന്റെ കണ്ണുകൾ ആർക്കും മൂടിക്കെട്ടാനാവില്ല. അത് തുറന്നു തന്നെ ഇരിക്കും. ശരവണ, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങണം. കൂട്ടത്തില് മധുരമുള്ള എന്തെങ്കിലും വാങ്ങിച്ചോ. ഒരു നല്ല വാർത്ത കേട്ടാലേ മധുരം കഴിക്കുന്നത് നല്ലതാ. മക്കള് വലിയ സാമ്രാജ്യം കെട്ടിപ്പൊക്കുമ്പോ ചില മാതാപിതാക്കൾ അതിന്റെ പേരിൽ അഹങ്കരിക്കും. ഒരു അന്വേഷണം വന്നാൽ അപ്പോ അറിയാം കൊന്നതാണോ കൊള്ളയടിച്ചതാണോ എന്നൊക്കെ.